പ്രതിപക്ഷ ശബ്ദം സഭയിൽ ഉയരേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ലോക്സഭയിൽ രാഹുലിന്റെ ആദ്യത്തെ പ്രസംഗം. മുഴുവൻ പ്രതിപക്ഷത്തിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും പേരിൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഓർമ്മപ്പെടുത്തൽ. പ്രതിപക്ഷത്തിന്റെ ശബ്ദം സഭയിൽ ഉയരാൻ അനുവദിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങ് അതിന് അനുവദിക്കുമെന്നതിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളുടെ ശബ്ദം പ്രതിനിധീകരിക്കാൻ ഞങ്ങളെ അനുവദിക്കുമെന്നാണ് വിശ്വാസം. എത്ര കാര്യക്ഷമമായി സഭ പ്രവർത്തിച്ചു എന്നതല്ല ചോദ്യം, മറിച്ച് ഇന്ത്യയുടെ ശബ്ദം എത്രത്തോളം സഭയിൽ ഉയർന്നുവെന്നതാണ് എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷത്തെ നിശബ്ദരാക്കിക്കൊണ്ട് സഭ നടത്തുക എന്ന ആശയം ജനാധിപത്യപരമല്ല. ഈ തിരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത് എന്തെന്നാൽ രാജ്യത്തെ ജനങ്ങൾ ഇത്തരം സംവിധാനങ്ങൾ എതിർക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു എന്നതാണ്. പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നതിലൂടെ നിങ്ങൾ ഭരണഘടനയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങളുടെ ശബ്ദത്തിന്റെ അന്തിമ വിധികർത്താവ് നിങ്ങളാണ്. സർക്കാരിന് രാഷ്ട്രീയ ശക്തിയുണ്ടാകാം, എന്നാൽ പ്രതിപക്ഷവും ജനങ്ങളുടെ ശബ്ദത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ ജോലിയിൽ നിങ്ങളെ സഹായിക്കാൻ പ്രതിപക്ഷവും ആഗ്രഹിക്കുന്നു എന്നുകൂടി രാഹുൽ ഗാന്ധി ഓം ബിർളയെ ഓർമ്മിപ്പിച്ചു. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും ഇന്ന് പാർലമെന്റിൽ ഹസ്തദാനം നടത്തിയത് ശ്രദ്ധേയമായി. പുതുതായി നിയമിക്കപ്പെട്ട ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ സ്വാഗതം ചെയ്യാൻ ഇരു നേതാക്കളും ഒരുമിച്ച് എത്തിയപ്പോഴായിരുന്നു പരസ്പരം ഹസ്തദാനം ചെയ്തത്. ശബ്ദ വോട്ടോടെയാണ് ഓം ബിർളയെ ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തത്. രണ്ടാം തവണയാണ് അദ്ദേഹത്തെ തേടി പദവിയെത്തുന്നത്. പ്രധാനമന്ത്രിയാണ് ഓം ബിർളയെ സ്പീക്കറായി തിരഞ്ഞെടുക്കാനുള്ള പ്രമേയം അവതരിപ്പിച്ചത്. കൊടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. സ്വാതന്ത്ര്യത്തിന് ശേഷം ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള മൂന്നാമത്തെ തിരഞ്ഞെടുപ്പാണിത്. 8 തവണ MP ആയ കൊടിക്കുന്നിൽ സുരേഷിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നിർബന്ധിതരായതിനെ തുടർന്നാണ് വോട്ടെടുപ്പ് നടന്നത്. NDA സ്ഥാനാർത്ഥിക്ക് 297 MP-മാരുടെ പിന്തുണ ലഭിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് 232 പേരുടെ പിന്തുണ ലഭിച്ചു. അതേസമയം പാർലമെന്റിലെ സുപ്രധാന പദവിയാണ് ലോക്സഭാ സ്പീക്കറുടേത്. ലോക്സഭ പിരിച്ചുവിടുന്നതുവരെയോ ഭൂരിപക്ഷം അംഗങ്ങളും വോട്ട് ചെയ്ത് പുറത്താക്കുന്നതുവരെയോ സ്പീക്കർക്ക് പദവിയിൽ തുടരാം. രാജിവെച്ച് ഒഴിയാനും സാധിക്കും. MP-മാർ അവരുടെ മണ്ഡലങ്ങളെയാണ് ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നതെങ്കിൽ സ്പീക്കർ സഭയുടെ നാഥനായിട്ടാണ് കരുതപ്പെടുന്നത്. പാർലമെന്റിന്റെ ചട്ടപ്രകാരം സഭ നടത്തേണ്ട ചുമതല സ്പീക്കറുടേതാണ്. സഭാ സമ്മേളനം വിളിക്കുക, അംഗങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുക, ആരൊക്കെ സഭയിൽ സംസാരിക്കണമെന്ന് തീരുമാനിക്കുക, ചട്ടലംഘനമില്ലെന്ന് ഉറപ്പാക്കുക, അംഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ചർച്ചകൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുക, ചോദ്യോത്തരവേള നിയന്ത്രിക്കുക എന്നിവയെല്ലാം സ്പീക്കറുടെ ചുമതലയാണ്. ലോക്സഭയും രാജ്യസഭയും സംയുക്തമായി യോഗം ചേരുമ്പോഴും അധ്യക്ഷത വഹിക്കുക സ്പീക്കറായിരിക്കും. സഭയുടെ വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക സ്പീക്കറായിരിക്കും. സുപ്രധാനമായ മണി ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ സ്പീക്കർ അംഗീകരിക്കേണ്ടതുണ്ട്. സത്യം പറഞ്ഞാൽ രാഷ്ട്രീയ ഭേദമന്യേയാണ് സ്പീക്കർ സഭയിൽ പ്രവർത്തിക്കേണ്ടത്.